കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ച് പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷമമാണ്. കാരണം എന്നും ഇത് പറയേണ്ടി വരിക. പക്ഷെ നെറുകേട് തന്നെ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് മാധ്യമങ്ങൾ എന്താ കാട്ടിക്കൂട്ടി എന്നുള്ളത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മയക്കുമരുന്ന് ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചത് കഞ്ചാവ്. കുറേ ആഘോഷിച്ചു, ചാനലുകളുടെ ചർച്ച, പത്രങ്ങളിൽ ആഘോഷിച്ചു. അത് SFI പ്രവർത്തകൻ്റെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു. SFI പ്രവർത്തകൻ്റെ റൂമിൽ നിന്ന് കഞ്ചാവ് പിടിച്ചത് 10 ഗ്രാമിൽ താഴെ മാത്രമാണ്, 9 ഗ്രാം സന്ധിക്ക്. വേറെ അപ്പുറത്ത് ഒരു തൻ്റെ റൂമിൽ നിന്ന്, ഹോസ്റ്റൽ ഒരു റൂമിൽ നിന്ന് പിന്നെ ഇത്ര കിലോ കഞ്ചാവ് പിടിച്ചു. അത് വിദ്യാർത്ഥിയാണ്. അതായത് അത് പിന്നെ KSUക്കാരനല്ല, KSU പ്രവർത്തകനാണ്. അത് വാർത്തയിൽ വരില്ല, അത് വിദ്യാർത്ഥിയാണ്. ഇപ്പുറത്ത് 10 ഗ്രാമിൽ താഴെ കഞ്ചാവ് ഒരു റൂമിൽ നിന്ന് കണ്ടെടുത്തത് അവൻ SFI പ്രവർത്തകനാണ്. മറ്റേ 1 കിലോ അല്ല 2 കിലോ കണ്ടെടുത്തത് പിന്നെ അവൻ വെറും വിദ്യാർത്ഥി മാത്രമാണ്. SFI പ്രവർത്തകനെ പോലെ തന്നെ KSU പ്രവർത്തകനോ നേതാവുമല്ല. 24 മണിക്കൂർ കൊണ്ട് ഈ കള്ളക്കഥകൾ പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഇപ്പം 4-5 പേര് അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു SFI പ്രവർത്തകൻ്റെ റൂമിൽ നിന്ന് ഈ പറയുന്ന 9 ഗ്രാം സംതിങ് കഞ്ചാവ് എടുത്തു. അയാൾ ആ റൂമിൽ അപ്പടിയില്ല. 2 കിലോളം കഞ്ചാവ് തൊട്ടടുപ്പുറത്തുള്ള ഹോസ്റ്റൽ റൂമിലെ KSU നേതാവിൻ്റെ റൂമിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അത് KSU നേതാവാന്ന് പറയാനുള്ള മര്യാദ നമ്മുടെ മനോരമ, മാതൃഭൂമി പത്രങ്ങളും ഇവിടുത്തെ മറ്റ് മുഖ്യധാരാ ചാനലുകളും മടിക്കുന്നത് എന്തുകൊണ്ട്? അപ്പം ടാർഗറ്റ് വേറെയാണ്. അപ്പം കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് KSU നേതാക്കളാണ്. ഇപ്പം 3 പേരെ കൂടെ പുറത്തുനിന്ന് പിടിച്ചു, പോലീസ് ചോദ്യം ചെയ്തില്ല. അതെല്ലാം KSUവിൻ്റെ ആൾക്കാരാണ്. അപ്പം ഇത് കേട്ടിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വന്നിട്ട് എന്താണ്, SFI പ്രവർത്തകരാണ് ഇവിടെ ലഹരി ക്യാമ്പസുകളിൽ നിറയ്ക്കുന്നത്, നടപടിയെടുക്കണം. ഇപ്പം എന്തായി? KSU നേതാവ് അവസാനം എന്താ അലോഷ്യസ് സേവിയർ ഇപ്പം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കഞ്ചാവ് കേസിൽ, കളമശ്ശേരി കഞ്ചാവ് കേസിൽ KSU രാഷ്ട്രീയം കലർത്തുന്നില്ല, ലഹരി പിടികൂടിയ സർക്കാരിന് അഭിനന്ദനം എന്ന് KSUവിന് പറയേണ്ടി വന്നത് കേസ് മുന്നോട്ട് പോയപ്പോൾ പിടിക്കപ്പെട്ടത് മുഴുവൻ കഞ്ചാവ് പോളിടെക്നിക് ഹോസ്റ്റലിൽ കൊണ്ടുവന്നത് KSUക്കാരാണെന്ന് ഇപ്പോൾ പുറത്തു വന്നു. അപ്പോൾ ഇനി VD സതീശനും ചെന്നിത്തലയ്ക്ക് എന്താണ് പറയാനുള്ളത്? അന്ധമായ രാഷ്ട്രീയം. മയക്കുമരുന്നൊരു വിപത്താണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഉൾപ്പെടെ, ഹൈസ്കൂളുകളിൽ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഉൾപ്പെടെ, കോളേജുകളിലൊക്കെ മയക്കുമരുന്ന്, രാസലഹരി, മദ്യമല്ല രാസലഹരി പടർന്നു പിടിക്കുന്നതിന് ഉത്തരവാദികൾ ആരാണ്? കേരള പോലീസ് അതിനെ നന്നായിട്ട് നാർക്കോട്ടിക്സിനെ നേരിടണം, കേരള ഗവൺമെൻറ്റും. പക്ഷെ ഇത് എവിടുന്ന് വരുന്നു? ഇപ്പം ഈ പിടിച്ച കഞ്ചാവ് അവർ കൊടുത്തിരിക്കുന്ന മൊഴി ഇത് ഒഡീഷയെന്നോ അല്ല കേരളത്തിന് പുറത്തുനിന്ന് ഇവിടെ ഈ മലയാളികളല്ലാത്തവരാണ് എത്തിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് എത്തുന്നത് എവിടെയാണെന്നറിയാമോ? തുറമുഖം. അത് ഗുജറാത്തിലെ തുറമുഖമാണ്. ആരുടെ തുറമുഖമാണ്? അത് സാക്ഷാൽ അദാനിയുടെ മുന്ദ്ര തുറമുഖമാണ്. മുന്ദ്ര തുറമുഖം മാത്രമല്ല, ഇന്ത്യയിൽ മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതൽ എത്തുന്നത് BJP എത്രയോ കാലങ്ങളായിട്ട് ഭരിക്കുന്ന ഗുജറാത്തിലെ തുറമുഖങ്ങളിലാണ്. അദാനിയുടെ മുന്ദ്ര ഉൾപ്പെടെ എന്നുള്ളത് കൃത്യമായ കണക്കുകളുണ്ട്. പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഒരു വർഷം 25,000 കോടിയോളം രൂപയുടെ മയക്കുമരുന്ന്, രാസലഹരി ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രധാന കവാടം ഗുജറാത്താണ്, അല്ലാതെ പിണറായി സർക്കാർ ഭരിക്കുന്ന കേരളമല്ല. അപ്പൊ ഗുജറാത്തിൽ വരുന്നത് മയക്കുമരുന്ന്, പിന്നെ ഒഡീഷയിൽ നിന്ന് കഞ്ചാവ്. ഇതൊക്കെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു വലിയ ലോബിയുണ്ട്. ആ ലോബിയിലെ ഒരു അവസാന കണ്ണികളാണ് ഈ കോളേജ് വിദ്യാർത്ഥികൾ. അതിൽ KSUവിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഒരു SFIക്കാരൻ അതിൽ പെട്ടു. അയാൾക്കെതിരെ SFI നടപടി എടുത്തിട്ടുണ്ട്. അയാളുടെ റൂമിൽ നിന്ന് കഞ്ചാവ് 10 ഗ്രാമിന് താഴെ എടുക്കുമ്പോൾ അയാൾ ആ റൂമിലില്ല. ഇനി അവിടെ കൊണ്ടുവച്ചിട്ട് പിടിപ്പിച്ചാണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? റൂമിലോട്ട് ജനലിൽ കൂടെ എറിഞ്ഞ് അവിടെ കഞ്ചാവ് ഇട്ട് കൊടുത്താൽ പോരെ ഒരാളെ കേസ് പ്രതിയാക്കാൻ? സത്യം എവിടെയാണ് നമ്മളെങ്ങനെ അറിയും? അപ്പോൾ VD സതീശനും ചെന്നിത്തലയ്ക്ക് ഇനി എന്താണ് പറയാനുള്ളത്? KSUക്കാർ തടിയൂരി, അവര് പരിപാടി നിർത്തി. അതുകൊണ്ടാണ് അലോഷ്യസ് സേവിയർ പറഞ്ഞത് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല, ലഹരിക്കെതിരെ ഇത്രയും നടപടിയെടുക്കുന്ന കേരളത്തിലെ സർക്കാരിന് അഭിനന്ദനങ്ങൾ. എന്തിലും രാഷ്ട്രീയം കളിക്കരുത്. ഇതൊരു ലോക വിപത്താണ് മയക്കുമരുന്ന്.
അതിനെ വളരെ ലോക്കലൈസ് ചെയ്തിട്ട് ഒരു കേരളം മാത്രമൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുക ഒട്ടും ഭംഗിയല്ല. ആദ്യം ചെയ്യേണ്ട ഇന്ത്യയാണ്. ഇന്ത്യയുടെ കവാടങ്ങളിലേക്ക്, തുറമുഖങ്ങളിലേക്ക്, അല്ലെ മറ്റു മാർഗങ്ങളിലൂടെ ട്രെയിൻ മാർഗമോ അല്ലെങ്കിൽ വിമാനം വഴിയോ വരുന്ന ഈ ഈ മയക്കുമരുന്ന് കടത്തിനെ നിയന്ത്രിക്കേണ്ടത് പിണറായി സർക്കാരാണോ? ആദ്യം നടപടി വേണ്ടത് ഗുജറാത്ത് ഭരിക്കുന്ന BJP സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. പിന്നെ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റാണ്. അപ്പൊ കേരളത്തിലേക്ക് ഇത് ഒഴുകുന്നു. ഇത് തടയാൻ പോലീസിന്, എക്സൈസിന് ഒത്തിരി പരിമിതികളുണ്ട്. അത്ര നിഗൂഢമായിട്ട് രഹസ്യ നെറ്റ്വർക്കിലൂടെയാണ് ഇത് ഓരോ കോളേജ് ക്യാമ്പസിലും സ്കൂൾ ക്യാമ്പസിലും എത്തുന്നത്. കുറെ പിടിക്കും, റെയ്ഡ് നടക്കും, പക്ഷെ പകുതിയും എത്ര പിടിക്കാൻ പറ്റും? അപ്പം നടപടി വേണ്ടത് ദേശീയ തലത്തിലാണ്. എങ്കിലേ ഓരോ സംസ്ഥാനത്തും മയക്കുമരുന്നിന്റെ ദുരുപയോഗം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതല്ല യാഥാർത്ഥ്യം. വെറുതെ കാടടച്ച് വെടിവെച്ചിട്ട് കാര്യമുണ്ടോ? ഈ നാട്ടില് ഒന്നും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെന്നിത്തലയും ഒരു VD സതീശനും, നിങ്ങൾ എന്നാ ഇനി ഇത് പഠിക്കുക, മനസ്സിലാക്കുക. പിന്നെ കുറെ BJP നേതാക്കള് അവരാണ് പരാതി കൊടുത്തിരിക്കുന്നത്. BJP നേതാക്കൾ പറഞ്ഞു കോളേജ് ക്യാമ്പസിൽ SFI രാസലഹരി നിറയ്ക്കുന്നു. അത് ഏറ്റുപിടിച്ച് VD സതീശനും ചെന്നിത്തലയും. ഞങ്ങൾക്ക് ഈ ഇരട്ടകളോട്, ഈ രണ്ടുപേരോടും പറയാനുള്ളൊരു, ഇരട്ടകൾ എന്ന് പറഞ്ഞ അർത്ഥത്തിൽ, നിങ്ങൾ ഇവിടുത്തെ മാപ്രകളുടെ ഇരകളാണ്. മാപ്രകൾ ചാനലിലും മുഖ്യധാരാ പത്രങ്ങളിലും മനോരമയിലും മാതൃഭൂമിയിലൊക്കെ വന്നിരുന്നത് വന്ന് പറയുന്നത് അല്ലെ എഴുതുന്നത് അർത്ഥസത്യങ്ങളാണ്. ആ കെണിയിൽ വീഴരുത് എന്നാണ് ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് വോയിസിന് വളരെ വിനയപൂർവ്വം VD സതീശനോടും രമേശ് ചെന്നിത്തലയോടും പറയാനുള്ളത്. അല്ലെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഛർദ്ദിച്ചത് വിഴുങ്ങേണ്ട അവസ്ഥയായില്ലേ? മാപ്രകളെ വിശ്വസിക്കരുത്. ഇവരുടെ വിചാരം, ഈ രണ്ടുപേരുടെ വിചാരം മാപ്രകൾ പറയുന്ന എല്ലാം സത്യമാണ്. ഇപ്പം എന്തായി ബോധ്യമായി? കാര്യം ബോധ്യമായല്ലോ. നിങ്ങളുടെ ശത്രു നിങ്ങളെ പിന്തുണയ്ക്കുന്ന കേരളത്തിലെ മാപ്രകൾ തന്നെയാണ്. അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളാണ്. അവരെ തിരിച്ചറിയുക. അവരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ, അല്ലാതെ ഇവിടുത്തെ ഇടതുപക്ഷമല്ല എന്ന്. കോൺഗ്രസ് വളരണമെങ്കിൽ, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയും കാര്യം മനസ്സിലാക്കുക. BJPക്കും ഇത് ബാധകമാണ്. അത്രയും ഞങ്ങൾക്ക് പറയാം.